വത്തിക്കാന്റെ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കുന്നത്. ലോക നേതാക്കൾ ഉൾപ്പെടെ 10,000ങ്ങളാണ് ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നത്. വത്തിക്കാനിൽ ഫാദർ ജേക്കബ് പ്രസാദ്, ജനറൽ എഡിറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ, ചർച്ച് ഡോക്യുമെന്റ്സ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫാദർ ജേക്കബ് പ്രസാദ്, ഇപ്പോൾ ചടങ്ങ് ഏത് ഘട്ടത്തിലെത്തി? ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2 ചടങ്ങുകൾ കഴിഞ്ഞ് മൂന്നാമത്തെ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് പാലിയം ധരിപ്പിക്കുക എന്നാണ്. അംഗവസ്ത്രം പാലിയം ധരിപ്പിക്കുന്ന ഒന്നാമത് ഡീക്കൻ കാർഡിനൽ വന്ന്, കർദിനാളന്മാർക്ക് 3 ലെവലാണുള്ളത്. ഡീക്കൻ കാർഡിനൽ, അതോടൊപ്പം തന്നെ പ്രീസ് കാർഡിനൽ, ബിഷപ്പ് കാർഡിനൽ എന്ന് പറയുന്നത്. ആദ്യത്തേത് ഡീക്കൻ കാർഡിനൽ വന്ന് പാലിയവുമായിട്ട് വന്ന് ഒരു പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം ഡീക്കൻ കാർഡിനൽ ലെയോ പാപ്പയെ ഈ പാലിയം ധരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം രണ്ടാമത്തേതാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ടാമത്തേത് നടന്നത് ലെയോ പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ നടന്നത് ഇവിടെ അദ്ദേഹത്തെ മുക്കുവൻ്റെ മോതിരം അണിയിക്കുന്നതാണ്. കോൺഗ്രിഗേഷൻ ഡിക്കസ്ട്രി ഫോർ ദ ഇവാഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ്, അതായത് ജനതകളുടെ സുവിശേഷവൽക്കരണത്തിനായിട്ടുള്ള ഡിക്കസ്ട്രിയുടെ തലവനായിരുന്ന പ്രീഫെക്റ്റ് ആയിരിക്കുന്ന അന്റോണിയോ ലൂയി താഗ്ലെ, ഫിലിപ്പൈൻസ് എന്നുള്ള കർദിനാളാണ്. അദ്ദേഹമാണ് ഈ ലെയോ പാപ്പയെ ഇപ്പോൾ തൻ്റെ മോതിരം അണിയിച്ചത്. മുക്കുവൻ്റെ മോതിരം എന്ന് പറയുന്നത് പത്രോസുമായിട്ടുള്ള വലിയ അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. പത്രോസുമായിട്ട് മാത്രമല്ല, യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളം. പത്രോസ് യേശു കേസറിയ ഫിലിപ്പിയിലെത്തിയപ്പോൾ സുവിശേഷങ്ങൾ പറയുന്നതനുസരിച്ച് പത്രോസിന് അവരോട് യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ ഈ പല കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകനിൽ ഒരുവൻ ആണെന്നൊക്കെ പറഞ്ഞു, ജെറമയാ യേശയ ആണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിനപ്പുറമായിട്ട് നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പത്രോസ് പറഞ്ഞു, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആകുന്നുവെന്ന്. ആ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ലെയോ പാപ്പയ്ക്ക് കാർഡിനൽ ടാഗ്ലെ ഈ ഇടയൻ്റെ മോതിരം, മുക്കുവൻ്റെ മോതിരം സമർപ്പിച്ചത്. അതിനെ തുടർന്ന് ലെയോ പാപ്പ ജനത്തെ സുവിശേഷം കൊണ്ട് ആശീർവദിക്കുന്നതാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. സുവിശേഷ ഗ്രന്ഥം ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ട് ജനത്തെ മുഴുവൻ ആശീർവദിക്കുന്ന, അവിടെ കൂടിയിരിക്കുന്ന ജനത്തെയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലുള്ള 140 കോടി ജനത്തെയും, അതും എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവനും ആശീർവദിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം എല്ലാവരുടെയും മേൽ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നടത്തിയത്. ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞല്ലോ, ഇന്ന് ഒരുപക്ഷെ യുക്രൈനും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് വിരാമമിടാൻ, അതിനുവേണ്ടിയുള്ള ഈ മധ്യസ്ഥം വഹിക്കാൻ വത്തിക്കാൻ വളരെ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അപ്രകാരമാണെങ്കിൽ ഈ ആശീർവാദ പ്രാർത്ഥന വഴിയായിട്ട് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഈ ശാന്തിയും സമാധാനവും പുലരട്ടെ എന്നുള്ള ആശംസയാണ് ഈ ആശീർവാദം വഴിയായിട്ട് ഈ ലെയോ പാപ്പ നടത്തിയത്. ഇതിനെ തുടർന്ന് ഇനി 12 പേർ, ലോകം മുഴുവനുമുള്ള കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 പേർ വന്ന് ലെയോ പാപ്പയുടെ മുമ്പിൽ അനുസരണ വാഗ്ദാനം നടത്തും. അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അനുസരണ വാഗ്ദാനം നടത്തുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ വിശ്വാസികളും, അത് മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ വചനങ്ങൾ സ്വീകരിക്കാനും തദനുസാരം ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്താനും തയ്യാറാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനുസരണ വാഗ്ദാനം നടത്തുന്നത്. അനുസരണ വാഗ്ദാനത്തിന് ശേഷം ലെയോ പാപ്പയുടെ സുവിശേഷ പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ അനുസരണ വാഗ്ദാന ചടങ്ങാണ് നടക്കുന്നത്. ഓരോരുത്തരായി വന്ന് അദ്ദേഹത്തെ ചുംബിച്ച്, അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ഈ അനുസരണ വാഗ്ദാനം നടത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫ്രാൻസിസ് പാപ്പ നോർത്ത് അമേരിക്കക്കാരനാണ്, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള ആൾ. അദ്ദേഹം പക്ഷേ ശുശ്രൂഷ ചെയ്തത് ലത്തീൻ അമേരിക്കയിലാണ്, പെറുവിൽ, ബ്രസീലും അതുപോലെ തന്നെ അർജൻറ്റീനയും കഴിഞ്ഞാൽ ഏറ്റവും മൂന്നാമത്തെ വളരെ വലിയ ഈ രാഷ്ട്രമാണ് പെറു. ലത്തീൻ അമേരിക്ക ഗ്ലോബൽ സൗത്ത് എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഗ്ലോബൽ സൗത്ത്
ആൻഡ് ഗ്ലോബൽ നോർത്ത്. നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നാം ലോകരാഷ്ട്രങ്ങളും മൂന്നാം ലോകരാഷ്ട്രങ്ങളും എന്നാണെങ്കിൽ ഇന്ന് പറയുന്നത് ഗ്ലോബൽ നോർത്ത് ആൻഡ് ഗ്ലോബൽ സൗത്ത്. ഗ്ലോബൽ സൗത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവനുമായിട്ടും അറിയാവുന്ന, അത് പഠിച്ചിട്ടുള്ള, അതിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിയോ പാപ്പ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അനുസരണം വാഗ്ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യം വഴിയായിട്ട് ലോക ജനതയ്ക്ക് മുഴുവൻ ഉള്ള അത് അനുഗ്രഹപ്രദമായി തീരുന്ന രീതിയിലായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നടത്തുന്നത്. ഇവിടെ ഒരു ഡീക്കനാണ് ഇപ്പോൾ അനുസരണ വാഗ്ദാനം നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ അൽമായരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് ഇത് അനുസരണ വാഗ്ദാനം നടത്തുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീ വരുന്നു, അതിനെ തുടർന്ന് ഒരു പുരുഷൻ വരുന്നു, അൽമായ പ്രതിനിധിയായിട്ട് വന്ന് ലിയോ പാപ്പയ്ക്ക് അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ സഭയിലുള്ള എല്ലാ ആളുകളെയും പ്രതിനിധീകരിച്ച് 12 പേരാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്.